ലവ് മാരേജ് ആയിരുന്നു? ഓഹോ, അപ്പൊ അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നല്ലേ? അതൊക്കെ എന്തിനാ പറയുന്നേ? അതൊരു കഥയാ. പറ ബാക്കി പറ. കഥയാ. ആ, ഞാനൊരു 2 വർഷം അവളുടെ പിറകെ അങ്ങ് കൂടി. അപ്പൊ പ്രണയകഥയല്ലേ? ഒന്ന് പറഞ്ഞോട്ടെന്ന്. ഒരു പ്രണയകഥ നിങ്ങൾക്കല്ലേ കേൾക്കണമെന്ന് പറഞ്ഞേ? അയ്യോ, പേടിപ്പിക്കല്ലേ. ആ 2 വർഷം അവളുടെ പിന്നാലെ നായെപ്പോലെയും പട്ടിയെപ്പോലെയും പൂച്ചയെപ്പോലെയും ചുറ്റി വന്നു. പെട്ടെന്നൊരു ദിവസം അവളുടെ കൂട്ടുകാരി എൻ്റെ അടുത്ത് വന്നിട്ട് മേഖലയ്ക്ക് നിങ്ങളോട് എന്തോ സംസാരിക്കണം എന്ന് പറഞ്ഞു. എനിക്കും അന്നേരം മനസ്സിലായില്ല അവളുടെ പേര് മേഖലയാണെന്ന്. കാര്യം എന്താണെന്ന് അറിയാൻ വേണ്ടി പോയി നിന്നപ്പോ അവൾ വരിഞ്ഞു മുറുക്കി എന്നെ ഒരു കെട്ടിപ്പിടുത്തം. എന്നിട്ടുണ്ടല്ലോ അയ്യോ എന്ന് പറഞ്ഞ് വലിയ വായിലങ്ങ് കരയുവാ. 2 വർഷമായിട്ട് നിങ്ങൾ എന്റെ പിറകെ ചുറ്റിക്കറങ്ങി നടക്കാന്ന് എനിക്കറിയാം. എനിക്ക് നിങ്ങളെ ഒത്തിരി ഇഷ്ടാ. എന്നാ അച്ഛനും അമ്മയും എനിക്ക് വേണ്ടി ചെറുക്കണം നോക്കുക. എങ്ങനെയെങ്കിലും എന്നെ കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞ് തേങ്ങി കരയായിരുന്നു. ആ പെണ്ണിന്റെ കരച്ചിൽ കണ്ടപ്പോ ഞാന് പൊട്ടി കരഞ്ഞു പോയി. ഒരുമാതിരി മനുഷ്യനാക്കല്ലേ. അത് കഴിഞ്ഞ് നീ അവളെ കെട്ടിപ്പിടിച്ചിട്ട് അവളെ ഇഷ്ടമാണെന്ന് പറഞ്ഞു കാണുമല്ലേ? അതിന് ഞാൻ പറഞ്ഞോ ഇഷ്ടാണെന്ന് പറഞ്ഞോ? ഇല്ല. ഞാൻ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞോ? നിങ്ങളോട് ഞാൻ പറഞ്ഞോ? അവളോട് ഞാൻ പറഞ്ഞോ? ആരോടെങ്കിലും ഞാൻ പറഞ്ഞോ? അവളുടെ മുഖം പോലും 2 വർഷമായിട്ട് ശരിക്കും ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ പിന്നെ നീ എന്തിനാ പെണ്ണിന്റെ പുറകെ 2 വർഷം? ഒരു പെണ്ണിന്റെ പിറകെ 2 വർഷം ചുറ്റിന്ന് വെച്ചാൽ അത് പ്രേമാവണമെന്നുണ്ടോ? അല്ലാതെ പിന്നെ അവളുടെ കഴുത്ത് കിടക്കുന്ന 2 പവന്റെ മാലയെ കൂടുന്നുണ്ടോ? ഇവിടെ ഒരുത്തന്റെ വേഷം. അതെ, ഞാൻ പോവാ. മണി 2ആയി. പുതുവർഷത്തിന് വല്ല കൈനീട്ടം കിട്ടുമോ നോക്കട്ടെ. നൈസ് മീറ്റ് യു ബ്രോ. ഞാനും വരാം നിന്റെ കൂടെ. മോഷ്ടിക്കാനോ? ചെന്ന് കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഞാനും വരാന്ന്. അതിനെന്താ, എന്റെ കൂടെ വരണം, അത്രയല്ലേ ഉള്ളൂ. എന്നാ വാ. മേലെ എന്താ നോക്കുന്നേ? അത് മഴ വരുമോന്നൊരു സംശയം. മഴയോ? മഴ വരാൻ നേരം വെട്ടുകിളിയും പ്രാണിയൊക്കെ ഉണ്ടാവില്ലേ? മണ്ണിന്റെ ഒരു വാസന ഉണ്ടാവും. അത് ഞാൻ ജലദോഷം, മൂക്കെല്ലാം അടഞ്ഞിരിക്കുക, തൈലം തേച്ചിരിക്കുക. എന്നാ വാ, എന്തെങ്കിലും പണിയുണ്ടോ നോക്ക്. അതെ, നല്ല 1-ാം തരം മഴയാ. ഒരു നായ് പോലും പുറത്തില്ല. ഈ സമയത്ത് ആരെങ്കിലും പണിക്ക് പോവോ? കണ്ടില്ലേ? ഇങ്ങോട്ട് വന്നേടാ. നീ ഇങ്ങോട്ട് വാ. വാടാ. എന്താന്നോ ഈ മഴയത്ത് ആരാടോ കുൽഫി വാങ്ങാൻ പോകുന്നേ? എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുന്നേ? കഷ്ടപ്പാടോ? ഇതൊക്കെ എന്ത് കഷ്ടപ്പാടാണ് ചേട്ടാ. എനിക്ക് ജയിക്കണം സാറേ, എനിക്ക് ജയിക്കണം. ഇതൊക്കെ എന്ത് മഴ, ചെറിയ മഴ. ഇതിനു മുമ്പ് ഇവിടെ ഒരു ഫ്ലഡ് വന്നപ്പോണ്ടല്ലോ, ആൾക്കാർക്ക് കുടിക്കാൻ വെള്ളമില്ല, കറണ്ട് ഇല്ല, പാലില്ല. പക്ഷെ എല്ലാവരുടെയും വായിൽ ഒരു കുൽഫി ഉണ്ടായിരുന്നു. ആ കുൽഫി ആരാ കൊടുത്തെന്നറിയാവോ? ഞാൻ. എനിക്ക് ജയിക്കണം സാറേ, എനിക്കങ്ങ് ജയിക്കണം. ഒന്നടങ്ങ്. അതിന് ഞാൻ എന്താ പറഞ്ഞേ? അപ്പൊ കുൽഫി വേണ്ടേ? എനിക്ക് തിന്നാനല്ല, വിൽക്കാനാണ്. വിളിച്ചോ സാറേ? എന്താ സാറേ? നേരം വിളിക്കുന്നതിന് മുമ്പ് തന്നെ 3 വിൽക്കും? അത് 5 കുൽഫി. 5 എണ്ണം. ഒരു 5 എണ്ണം എടുത്ത്. അയ്യോ, എന്താ പ്രശ്നം? നീ പൊക്കോ, പോയി ജയിക്ക്. പറഞ്ഞ പോലെ വിജയിക്കണേ. നിക്കടാ ഒരു 5 എണ്ണം എടുത്ത്.